ഇനി ജോയിൻ ചെയ്താൽ അപ്ഗ്രേഡ് ചെയ്യാം. ഫീസ് അടച്ച് ജോയിൻ ചെയ്തില്ലെങ്കിൽ പണിയാവും. ഇതിൽ പങ്കെടുക്കാത്ത ആൾക്ക് സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ഫോർ ഫീച്ചർ എക്സിറ്റ് ആണ്. നിങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ശ്രദ്ധിക്കണം, നല്ല സൂക്ഷ്മത വേണം. എന്ത് കാര്യത്തിലാണ് വേണ്ടത്? മെഡിക്കൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ സ്റ്റേറ്റിൻ്റെയും അഖിലേന്ത്യാ തലത്തിലുള്ളത് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടും ഏകദേശം സമാന്തരമായിട്ടാണ് നടക്കുന്നത് എന്നതുകൊണ്ട് സൂക്ഷ്മതയില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല അവസരം നഷ്ടപ്പെട്ടും മികച്ച കോളേജ് കിട്ടാനുള്ള നിങ്ങളുടെ ചാൻസ് ഇല്ലാതാവും. ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് വേണം അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിൽ പങ്കെടുക്കാൻ. അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ റൗണ്ടുകളും അതിൻ്റെ വ്യവസ്ഥകളും മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ് MCC നടത്തുന്നതിൻ്റെ വ്യവസ്ഥകളും കേരള അലോട്ട്മെൻറ്റിൻ്റെ വ്യവസ്ഥകളും ഡിഫറൻ്റ് ആണ്. MBBSനും BDSനും വേണ്ടി മത്സരിക്കുന്ന, താല്പര്യപ്പെടുന്ന, ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടിലും അവർ പങ്കെടുത്ത് ഏറ്റവും നല്ലതിൽ കിട്ടാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുക. സ്വാഭാവികമായിട്ട് രണ്ടും സമാന്തരമായിട്ട് വരുന്നത് കൊണ്ടും വ്യവസ്ഥകൾ വ്യത്യസ്തമായതുകൊണ്ടും കൺഫ്യൂസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പോസിബിലിറ്റിയെക്കുറിച്ച് ഭയങ്കര ആശങ്കകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ആശങ്കകൾ, പോസിബിലിറ്റിയെക്കുറിച്ചുള്ള ധാരണകൾ കൃത്യമായിട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ ആശങ്കകൾ ഇല്ലാതാക്കാൻ പറ്റും. അത് റൗണ്ട് 1ഉം 2ഉം 3ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസങ്ങളും, റൗണ്ട് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റും ദെൻ സ്റ്റേറ്റ് കോട്ട അലോട്ട്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളും, കൃത്യമായിട്ട് വ്യവസ്ഥകളിലെ വ്യത്യാസങ്ങളും മനസ്സിലാക്കിയാൽ ഈ പ്രശ്നങ്ങൾ തീരാവുന്നതേ ഉള്ളൂ, തീർക്കാവുന്നതേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടും സമാന്തരമായിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന കൺഫ്യൂഷൻ, അത് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, രണ്ടിൻ്റെയും വ്യവസ്ഥകൾ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുക. നമുക്ക് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചൊന്ന് എന്ത് ചെയ്യാം, സംസാരിക്കാം. ഒന്നാം റൗണ്ട് ഓൾ ഇന്ത്യ വരുന്നത്, നമ്മളത് 397 കോളേജുകളാണുള്ളത്. അത് ഗേൾസിനാണ്. ബോയ്സിനാവുമ്പോൾ 394 കോളേജുകളാണ് വരുന്നത്. നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മൾ റോൾ നമ്പർ ചേർത്ത് ദെൻ പ്രോസസ്സിലേക്ക് കടന്ന് ലോഗിൻ ചെയ്തതിന് ശേഷം ഡീറ്റെയിൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. റീവെരിഫൈ ചെയ്യുന്നത് പോലെയാണ് അത് സത്യത്തിൽ. OTP ജനറേറ്റ് 2-3 പ്രാവശ്യം OTP ജനറേറ്റ് ചെയ്യലും സെക്യൂരിറ്റി പിൻ ചേർക്കലൊക്കെ ഉണ്ട്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ ചേർക്കുന്നു. അത് ഒന്ന് റീജനറേറ്റ് ചെയ്യുകയും കൂടി ചെയ്യുന്നു. അതിനുശേഷം AFMCയോടുള്ള നമ്മുടെ താല്പര്യം, അത് ഫസ്റ്റ് റൗണ്ടിൽ മാത്രമേ AFMC വരുള്ളൂ. അത് കഴിഞ്ഞാൽ AFMCയിലേക്ക് പോലെ, കാരണം AFMCയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് MCC അല്ല നടത്തുന്നത്, AFMC നേരിട്ട് തന്നെയാണ് എന്നതുകൊണ്ടാണത്. അതിൽ താല്പര്യം അറിയിക്കൽ മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. അതിന് പുറമെ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഏതൊക്കെ ടൈപ്പ് കോളേജുകൾ, ഓൾ ഇന്ത്യ കോട്ട ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി കോട്ട സീറ്റ് ഉണ്ട്, ദെൻ അതുപോലെ തന്നെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, മൂന്നാമത്തത് ESI വരുന്നുണ്ട്. അത് ESI ഉള്ളവർക്കാണുള്ളത്. അതോടൊപ്പം BSc നഴ്സിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോൾ ഫീസ് കൊടുക്കണം. രജിസ്ട്രേഷൻ ഫീസ് അടക്കലാണ്. പിന്നെ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് കഴിഞ്ഞ് പിന്നെ ചോയ്സ് ഫില്ലിംഗ് ആണ്. ഈ ഓൾ ഇന്ത്യ കോട്ട ഞാൻ പറഞ്ഞല്ലോ, ചോയ്സ് ഫില്ലിങ്ങിന് 397 കോളേജുകളുണ്ട്. അതുകൊണ്ട് അത് സങ്കീർണമാവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ച് കൺവെയൻസിനൊക്കെ അനുസരിച്ച്, യാത്രാ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മുഴുവൻ കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഭാഗികമായി നമുക്ക് താല്പര്യമുള്ള, പോകുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങൾ മാത്രം കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. എന്താണ് ഈ ഫ്രീ എക്സിറ്റ്? ഒന്നാം റൗണ്ടിൽ നമ്മൾ ജോയിൻ ചെയ്ത്, മീൻസ് ചോയ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പോവാതിരുന്നാൽ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാനുള്ള നമ്മളെ ചാൻസ് നഷ്ടപ്പെടുന്നില്ല. അത് ഓൾ ഇന്ത്യക്ക് മാത്രമുള്ള പ്രത്യേകം. കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. കേരളത്തിൽ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുത്തില്ല എങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാൻ കഴിയില്ല. ഫസ്റ്റ് റൗണ്ടിൽ ഇല്ലാതിരുന്ന ഏതെങ്കിലും കോളേജ് പുതുതായിട്ട് വന്നാൽ പിന്നെ വേണമെങ്കിൽ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് റൗണ്ടിൽ വേണമെങ്കിൽ പങ്കെടുക്കാം. ഈ പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 19 സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ 2 ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് രണ്ടാമത്തത് ഒരെണ്ണം വന്നു. രണ്ടാമത്തെ കരുണ മെഡിക്കൽ കോളേജ് ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ വരും, അല്ലെങ്കിൽ സെക്കൻഡ് റൗണ്ടിലായിരിക്കും വരിക. ഇങ്ങനൊരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി ഈ ഓൾ ഇന്ത്യ
റൗണ്ടിൽ ഫസ്റ്റ് റൗണ്ടിൽ നമുക്ക് കോളേജ് കിട്ടിയിട്ട് നമുക്ക് പോയി ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ സീറ്റിനേക്കാൾ മികച്ചത് കിട്ടണമെങ്കിൽ നമ്മൾ അതിലേക്ക് പോകും എന്ന് നമുക്ക് സന്നദ്ധത അറിയിക്കാം, അപ്ഗ്രേഡിങ് സന്നദ്ധത അറിയിക്കാം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് അടുത്ത കോളേജ് നല്ലത് നോക്കി പോകാവുന്നതാണ്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ കോളേജ് ഉദാഹരണത്തിന് 10 ചോയ്സിൽ നിങ്ങൾക്ക് കിട്ടിയത് 8ാമത്തെ ചോയ്സ് ആണെങ്കിൽ താഴെയുള്ള 2 ചോയ്സും ക്യാൻസലായി പോകും. എന്നിട്ട് മേലെ ഉള്ളതിലേക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാനുള്ള സന്നദ്ധത നമ്മൾ അറിയിക്കേണ്ടതില്ല കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ. മറിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് റൗണ്ടിൽ നേരിട്ട് പങ്കെടുത്താൽ മതി. അത് വീണ്ടും അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് സെക്കൻഡ് റൗണ്ട് തുറക്കുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അവിടെ ആ ലിസ്റ്റ് ഫുള്ള് കോളേജ് നമ്മൾ കൊടുത്തത് ഏതാണോ, 10 കോളേജ് കൊടുത്ത് 8ാമത്തത് കിട്ടി, ബാക്കി 2 ലോവർ ഓപ്ഷൻ ക്യാൻസൽ. ഈ ലോവർ ഓപ്ഷൻ ഹയർ ഓപ്ഷൻ എന്നുള്ളത് ഓൾ ഇന്ത്യയിലില്ല, കേരളത്തിൽ മാത്രമേ ലോവർ ഓപ്ഷനും ഹയർ ഓപ്ഷനും ഉള്ളൂ. ഇപ്പോൾ 10 കോളേജുകൾ കൊടുത്തു കഴിഞ്ഞാൽ 8ാമത്ത് കിട്ടിയാൽ ലാസ്റ്റുള്ള 2 കോളേജുകൾ 9ഉം 10ഉം നഷ്ടപ്പെട്ടു പോകും. പിന്നെ അത് നമുക്ക് ചോയ്സിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ കൊടുത്തത് മാത്രമേ പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയതിൻ്റെ താഴെയുള്ള എല്ലാ ലോവർ ഓപ്ഷനും കേരളത്തിൽ ക്യാൻസലായി പോകും. ഓൾ ഇന്ത്യയിൽ അങ്ങനെയല്ല. നിങ്ങൾ ഓൾ ഇന്ത്യയിൽ ഒരു 25 കോളേജ് കൊടുത്തു എന്ന് വിചാരിക്കുക. 10ാമത്തെ കോളേജ് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ താഴെയുള്ള കോളേജുകൾ ലോവർ ഓപ്ഷനായിട്ട് പരിഗണിച്ച് അത് നഷ്ടപ്പെടുന്ന അവസ്ഥയില്ല. ആ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് വീണ്ടും 25 പകരം വേണമെങ്കിൽ 50ഓ 60ഓ മൊത്തം കോളേജുകളോ കൊടുക്കാം. നിങ്ങൾക്ക് കിട്ടിയ കോളേജും കൊടുക്കാം, നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ താഴെയും ആദ്യം കൊടുത്തിരുന്ന കോളേജും കൊടുക്കാം. അതുകൊണ്ട് ലോവർ ഓപ്ഷൻ ഹയർ ഓപ്ഷൻ ഇല്ല എന്നതുകൊണ്ടാണത്. ദെൻ ഓൾ ഇന്ത്യയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമ്മൾ ജോയിൻ ചെയ്തില്ല എങ്കിലും നമ്മൾ പറഞ്ഞല്ലോ ഫ്രീ എക്സിറ്റ് ആണ്. ഇനി ജോയിൻ ചെയ്താൽ അപ്ഗ്രേഡ് ചെയ്യാം. ഇതാണ് വ്യവസ്ഥ. കേരളത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ 2 വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഫീസ് അടച്ച് ജോയിൻ ചെയ്തില്ലെങ്കിൽ പണിയാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് 23 ഇന്ന് വരും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് യാദൃച്ഛികമായിട്ടൊരു സംഭവം ഉണ്ടായി. ആരെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടെന്ന് എനിക്കറിയില്ല. 22-ാം തീയതി ഇന്നലെ പെട്ടെന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വീണ്ടും അലോട്ട്മെൻറ്റ് കൊടുക്കുക. ചില കോളേജുകളുടെ അഭ്യർത്ഥനയെ മാനിച്ച് ചെയ്തതാണ്. അത് യാദൃച്ഛികമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് വരേണ്ട അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ചിലപ്പോൾ ഒന്ന് റിസൾട്ട് നാളത്തേക്കോ ഇന്ന് അർദ്ധരാത്രിയിലേക്കോ ആവാൻ സാധ്യതയുണ്ട്. ദെൻ സെക്കൻഡ് റൗണ്ടിൽ ആർക്ക് പങ്കെടുക്കണം, സെക്കൻഡ് റൗണ്ടിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുക, ഓൾ ഇന്ത്യയുടെ രസം എന്താണ്? കേരളത്തിൻ്റെ കാര്യത്തിൽ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും പങ്കെടുക്കാൻ പറ്റില്ല. പിന്നെ ഫർദർ ക്വസ്റ്റ്യൻസ് ഇല്ല, ക്ലാരിറ്റിയുടെ വിഷയമില്ല. ഓൾ ഇന്ത്യ അങ്ങനെയല്ല. ഓൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ പങ്കെടുക്കാത്ത ആൾക്ക് സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാം. ഫസ്റ്റ് റൗണ്ടിൽ ചോയ്സ് ഫില്ല് ചെയ്തു കിട്ടിയില്ല, അവർക്ക് വീണ്ടും ചോയ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ ജോയിൻ ചെയ്തില്ല, ഫ്രീ എക്സിറ്റ് ആണ്, രജിസ്ട്രേഷൻ ഒന്നും പിന്നെ വീണ്ടും ചെയ്യേണ്ടതില്ല. നിലവിലുള്ള രജിസ്ട്രേഷൻ നിലനിൽക്കും. വീണ്ടും നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് കിട്ടി, അപ്ഗ്രേഡ് ചെയ്തു, ഫസ്റ്റ് റൗണ്ടിൽ കിട്ടി, അപ്ഗ്രേഡ് ചെയ്തു. ഇങ്ങനെ 4 വിഭാഗക്കാർക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾ ഇന്ത്യ കോട്ട ചോയ്സിൻ്റെ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ലിസ്റ്റും കാണില്ല. വീണ്ടും നിങ്ങൾ പഴയപടി ആദ്യം മുതലേ വീണ്ടും ലിസ്റ്റ് എന്ത് ചെയ്യണം? അത് ഈ ലോവർ ഓപ്ഷനും ഹയർ ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ടാണ് അത് അതേപോലെ നമുക്ക് വീണ്ടും ചേർക്കേണ്ടി വരും. അപ്പോൾ അതൊരു പണിയാണ്. നമ്മൾ ചേർത്തുകൊണ്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ചേർക്കണം. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ആദ്യം ചേർത്ത കോളേജുകൾ അവിടെ കിടപ്പുണ്ടാവും. കിട്ടിയിട്ടില്ല എങ്കിൽ ദെൻ കിട്ടിയിട്ടുണ്ട് എങ്കിൽ കിട്ടിയതിൻ്റെ താഴെയുള്ള ലോവർ ഓപ്ഷനൊക്കെ ക്യാൻസലാവും. ഇനി വേറൊന്ന്, കേരളത്തിൽ കിട്ടണമെങ്കിൽ ഹയർ ഓപ്ഷൻ നമ്മൾ ഓൾറെഡി ചോയ്സ് കൊടുത്തിട്ടുണ്ടല്ലോ, അത് അവിടെ കിടപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ച് കാത്തിരുന്നാൽ നടക്കൂല. മറിച്ച് കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം, കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഹയർ ഓപ്ഷന് വേണ്ടി സൈറ്റിൽ കയറി നമ്മൾ കൺഫേം ചെയ്യണം. കൺഫേം ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പോകാനുള്ള നമ്മുടെ സന്നദ്ധത അറിയിച്ചാൽ മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് കിടക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ കിടക്കുകയും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യും. ഈ സൂക്ഷ്മത കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ പല ഘട്ടത്തിലും അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താവും എന്നതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി നോക്ക്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ ജോയിൻ ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമ്മൾ കിട്ടി, സീറ്റ് കിട്ടി, നിങ്ങൾക്ക് പോവാതിരിക്കാം. പക്ഷേ പോവാതിരുന്നാലുള്ള പ്രശ്നം എന്താ? ഫോർഫീച്ചർ എക്സിറ്റ് ആണ്. നിങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ദെൻ വീണ്ടും രജിസ്റ്റർ ചെയ്ത് 3-ാം ഘട്ടത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ പങ്കെടുക്കണം. ഈ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം വീണ്ടും. അങ്ങനെ പങ്കെടുക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് ഓൾ ഇന്ത്യയുടെ പ്രത്യേകത. തേർഡ് റൗണ്ടിൽ അങ്ങനെയല്ല. കിട്ടിയ സീറ്റ് പോവാത്ത ആളുകൾക്ക്
തീർച്ചയായിട്ടും അവർ ആദ്യം മുതൽ രജിസ്റ്റർ ചെയ്ത് ഫീസ് അടക്കണം. ഒന്നത്. ഇനി ഇതുവരെ കിട്ടാത്തവർ അവർക്ക് ഫീസ് രജിസ്റ്റർ ഒന്നും ചെയ്യേണ്ട, ഓൾറെഡി അവരുടെ രജിസ്ട്രേഷൻ കിടപ്പുണ്ട്, അത് ചെയ്തേച്ചാൽ മതി, നേരിട്ട് ലോഗിൻ ചെയ്ത് കടക്കാവുന്നതാണ്. ഇനി ചോയ്സ് കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം, ഇതുവരെ കൊടുക്കാത്തവരും കിട്ടാത്തവരും ഇവർക്ക് രണ്ടുപേർക്കും വീണ്ടും കയറിയാൽ മതി. ദെൻ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ ചോയ്സ് ഫില്ല് ചെയ്യേണ്ടി വരും, രജിസ്ട്രേഷൻ നടത്തേണ്ടി വരും. അതേസമയത്ത് കിട്ടാത്ത ആളുകളാണെങ്കിൽ അവർ എന്തായാലും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല. ഇനി കിട്ടിയിട്ട് പോവാത്ത ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കിട്ടിയിട്ട് പോയി അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിലോ അവർ വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത ആളുകൾക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോകേണ്ട, ഓൾറെഡി രജിസ്ട്രേഷൻ ഉണ്ട്, അവർ വീണ്ടും അപ്ഗ്രേഡ് ചെയ്ത് അടുത്ത കോളേജിലേക്ക് മാറാനുള്ള, അപ്പോൾ അപ്ഗ്രേഡേഷൻ മൂന്നാമത്തത് വരെ നമുക്ക് കിട്ടും. ഇനി മൂന്നാമത്തതിൽ കിട്ടി നമുക്ക് ജോയിൻ ചെയ്യാം, കിട്ടിയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാവാം. ഒഴിവായാൽ വീണ്ടും നമ്മൾ ഫോർ ഫീച്ചർ എക്സിറ്റ് ആണ്, നമുക്ക് സീറ്റ് നഷ്ടപ്പെടും, നിലവിലുള്ള സീറ്റ് നഷ്ടപ്പെടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ മൂന്നാം റൗണ്ടിൻ്റെ പ്രത്യേകത, മൂന്നാം റൗണ്ടിൽ ജോയിൻ ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയാൽ മതി, സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇനി കിട്ടിക്കഴിഞ്ഞാലോ ജോയിൻ ചെയ്താലും സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ലിസ്റ്റിൽ വന്നാൽ പിന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ലിസ്റ്റിൽ വന്നാൽ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണം. ദെൻ കേരളത്തിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടി, നിർബന്ധമായിട്ടും പോവണം. സ്ട്രേ വേക്കൻസിയിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അവിടെയും അങ്ങനെ തന്നെയാണ്, സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റില്ല, ക്യാൻസൽ ചെയ്യാം. ഒരു ഘട്ടത്തിൽ സ്ട്രേ വേക്കൻസി പങ്കെടുക്കാൻ ഒരു വഴിയുണ്ട്, അത് കേരളത്തിനുള്ളൊരു പ്രത്യേകതയാണ്. ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ നിങ്ങൾ ഒരു സമയം തരും. എന്ന് വെച്ചാൽ സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു 10 ദിവസത്തിനുള്ളിൽ മുമ്പ് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ, കിട്ടിയ കോളേജ് ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. ഓൾ ഇന്ത്യ അങ്ങനെയല്ല, ലിസ്റ്റിൽ വന്നോ നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇനി നാലാമത്തെ അലോട്ട്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, സ്ട്രേ വേക്കൻസി. സ്ട്രേ വേക്കൻസിയിൽ ആർക്കാ പങ്കെടുക്കാൻ പറ്റുക? 1, 2 അലോട്ട്മെൻറ്റുകളിൽ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിലും സീറ്റ് കിട്ടാത്ത ആളുകൾ, 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ സീറ്റ് കിട്ടാത്ത ആളുകൾ. ദെൻ അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത, ചോയ്സ് ഫില്ല് ചെയ്യാത്ത ആളുകൾ, ഈ 2 കൂട്ടർക്കും എന്ത് ചെയ്യാം? സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ, സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. ദെൻ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഉറപ്പിക്കണം സ്ട്രേ വേക്കൻസിയിൽ കിട്ടിയാൽ പോകുന്നു. കാരണം സ്ട്രേ വേക്കൻസിയിൽ കിട്ടിയിട്ട് നമ്മൾ പോയില്ലെങ്കിൽ, സ്ട്രേ വേക്കൻസിയിൽ കിട്ടിയിട്ട് പോയില്ല എങ്കിൽ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർ ഔട്ടാവും. അത് വേറെ പ്രത്യേകത ഒന്നുമില്ല, അവർ ഔട്ടായി പോവും. ദെൻ ജോയിൻ ചെയ്താലുള്ള വിഷയം എന്ന് വെച്ചാൽ അവർക്ക് പുറത്തു പോരാൻ പറ്റില്ല. ജോയിൻ ചെയ്തിട്ട് നമ്മൾ പുറത്തു പോവുകയാണെങ്കിൽ പിന്നെ അവർക്കുള്ളൊരു പ്രശ്നം എന്താ? അടുത്ത അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ മീൻസ് അടുത്ത വർഷം നീറ്റ് എഴുതാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാരണ നിലക്ക് സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടുന്ന ആളുകൾ, അതിൽ സ്ട്രേ വേക്കൻസിയിൽ വരുന്ന ആളുകൾ, അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം സ്ട്രേ വേക്കൻസിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ, അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ഓൾ ഇന്ത്യ കമ്മിറ്റി ചെയ്യുന്ന പണി എന്താണെന്നറിയോ? അവർ ഈ എല്ലായിടത്തും ലിസ്റ്റിൽ, നിലവിൽ ഏതെങ്കിലും ലിസ്റ്റിൽ ആളുകളുണ്ടോ, ഏതെങ്കിലും അലോട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടോ, അവരെ മുഴുവൻ കട്ട് ചെയ്തിട്ട് അവർക്ക് പിന്നെ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റാതാവുന്ന ഒരു അവസ്ഥ വരും. എന്ന് വെച്ചാൽ എല്ലാവർക്കും സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നർത്ഥം. നിലവിൽ വേറെ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പങ്കെടുക്കുക. വളരെ കൃത്യമാണ്. സ്ട്രേ വേക്കൻസിയുടെ പങ്കെടുക്കാനുള്ള അവകാശം ആർക്കാണ്? നിലവിൽ എവിടെയും സീറ്റ് കിട്ടാത്ത ആളുകൾക്ക് മാത്രമേ. സ്റ്റേറ്റിലോ സെൻറ്ററിലോ അവരുടെ പേരുണ്ടെങ്കിൽ, അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ ക്യാൻസൽ ചെയ്താൽ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാം. ദെൻ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബാർ ചെയ്യാന്ന് പറഞ്ഞാൽ ഡീബാർ ചെയ്യുന്നുണ്ടല്ലോ, സ്ട്രേ വേക്കൻസിയിൽ കിട്ടിയിട്ട് ജോയിൻ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഒഴിവാക്കി പോന്നു കഴിഞ്ഞാൽ, റിലീവ് ചെയ്ത് പോന്നാൽ നിങ്ങൾക്ക് ഒരു കൊല്ലം ചെയ്യാൻ കഴിയില്ല, പങ്കെടുക്കാൻ പറ്റില്ല, നീറ്റ് എഴുതാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുക. ചോയ്സുകൾ ഫില്ല് ചെയ്യേണ്ടടുത്ത് കോളേജുകൾ കൃത്യമായിട്ട് ചേർക്കുക. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.